പത്തനംതിട്ട പീഡനവുമായി ബന്ധപ്പെട്ട് 26 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 പേർ നിലവിൽ കസ്റ്റഡിയിൽ. അന്വേഷണ ചുമതല DIGക്ക് എന്നുള്ളതാണ്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഇന്ന് കൂടുതൽ വ്യക്തത വരുന്നു. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. FIRകളുടെ എണ്ണം 14ആയി. അന്വേഷണ ചുമതല DIGക്ക്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ സൂചിപ്പിച്ചത് തന്നെ 26 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14 FIR ഇട്ടിട്ടുണ്ട്. 2 പോലീസ് സ്റ്റേഷൻ പരിധിയിലെട്ടായി 14 FIR. അതിൽ 3 JJ ആക്ട് പ്രകാരമുള്ള കുട്ടികൾക്കെതിരെയുള്ള കേസുകൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പ്രതികളെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത്. ഇനി ഇതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ DIG അജിത ബീഗത്തിന് ഇതിൻ്റെ അന്വേഷണ ചുമതല മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. അതനുസരിച്ച് DIGയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുന്നത്. DIG ഇവിടെ പത്തനംതിട്ടയിലേക്ക് എത്താനുള്ള സാധ്യതയും കുറവല്ല, എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇനി DIG പ്രത്യേകമായി ഇവിടെ യോഗം ചേരും. അല്പം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 39 പേരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 64 പേരുടെ പേരുകൾ CWC അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ കുട്ടി മൊഴി കൊടുത്തിരുന്നു. അതിൽ ഡബിളിംഗ് ഉണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു സംശയം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുള്ളതായി ഒരു പോലീസിന് സംശയമുണ്ട്. നിലവിൽ ഇതിൻ്റെ ഒരു അശ്ലീല ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുത്തവർ, അതേപോലെ ഈ കുട്ടിയുമായി നിരന്തരം മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നവർ, ഇത് ഷെയർ ചെയ്തവർ, അങ്ങനെയൊക്കെയാണ് ഇതിൽ പലരും. മാത്രമല്ല ഈ കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധി പേരാണ് ഈ കേസിൽ പ്രതികളായി വന്നു ചേർന്നിട്ടുള്ളത്. ഇതിൽ ഈ പുതിയ നിയമപ്രകാരം ഭാരതീയ സർവീസ് നിയമപ്രകാരം അതുപോലെ JJ ആക്ട്, IT ആക്ട് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സിജു. രാജ്കുമാർ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടി തന്നെ പറഞ്ഞത് 39 പേർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ്. മൊത്തം 64 പേരുടെ പേരുകളാണ് ഉള്ളത്. അതിൽ ഈ 39 പേരുടെ പേരുകളും കുട്ടി ഉപയോഗിച്ചിരുന്നതായി കുട്ടിയുടെ പിതാവിൻ്റെ മൊബൈൽ ഫോണിൽ ആ കോൺടാക്റ്റ് നമ്പറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അതായത് ഈ മൊബൈൽ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തവർ, വിളിച്ച് സംസാരിച്ചവർ, മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയച്ചിട്ടുള്ളവർ, നിരന്തരം അതായത് കുട്ടിയുടെ അച്ഛനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, അതേസമയം കുട്ടിയുടെ സഹപാഠികളായിട്ടുണ്ടായിരുന്ന ചില കുട്ടികൾ, അങ്ങനെ ഇതിലുള്ളവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിട്ടുള്ളതും. ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് ഫേസ് എന്ന നിലയിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അങ്ങനെ മാത്രമാണ്. അതിലേക്ക് കൃത്യമായി എവിഡൻസ് ഉള്ള അല്ലെങ്കിൽ അതിലേക്ക് ആളിനെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാം ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ CWCക്ക് 64 ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ 64 പേർ ആരൊക്കെ, അതിൽ ഈ 39 കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു സംഖ്യ, ആ സംഖ്യയെ വെച്ചുകൊണ്ട് അത് ആരൊക്കെ ആകാമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൂടുതൽ അന്വേഷണം സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയുള്ള വിപുലമായ ഒരു അന്വേഷണം കൂടി അതിന് വേണ്ടി വരും. അത് രണ്ടാം ഘട്ടത്തിൽ മാത്രമേ പോലീസ് അതിന് കടക്കൂ. ആദ്യഘട്ടത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ 39 പേരിലേക്ക് എത്താനുള്ള തെളിവുകൾ പോലീസിന് ആവശ്യമായിട്ടുണ്ട്. അതിന് ഡിജിറ്റൽ എവിഡൻസ് ആണ് കൂടുതലും ഇപ്പോൾ പോലീസിൻ്റെ പക്കലുള്ളത്. കാര്യം ഈ അശ്ലീല സന്ദേശം കുട്ടി ആദ്യം അബ്യൂസ് ചെയ്ത് 2013 ഈ കുട്ടി 13 വയസ്സിൽ 2013 13 വയസ്സിലായിരുന്നു കുട്ടി ആദ്യ പീഡനത്തിന് ഇരയായത്. അത് ആ സമയത്ത് ആ പീഡനത്തിന് ഇരയാക്കിയ വ്യക്തി തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും സുഹൃത്തുക്കൾക്ക് അത് കൈമാറുകയും ആ സുഹൃത്തുക്കൾ പലരും മറ്റു പലർക്കും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇനി തങ്ങളുടെ ആവശ്യത്തിന് വന്നില്ലെങ്കിൽ ഇത് പുറത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് തന്നെ ഇതിൻ്റെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. അത് ഇങ്ങനെയൊക്കെ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസിൻ്റെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. സിജു. ശരി, രാജ്കുമാറാണ് പത്തനംതിട്ട പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. നിലവിൽ 14 FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 39 പേർ ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് കുട്ടി പരാതി നൽകിയിരിക്കുന്നത്.